U3 ഇത് കേരള വണ്ടിയാ അല്ലെങ്കിൽ പോണ്ടിച്ചേരി സ്റ്റേഷൻ. പോണ്ടിച്ചേരി BY ഉണ്ടല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2015 മോഡല് ന്യൂ ഷേപ്പ് വരുന്ന വാഹനമാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസാണ്. അവരവരുടെ വീട്ടിലിരുന്നിട്ട് അവരുടെ ഇഷ്ടപ്പെട്ട സമയത്ത് അവർ മൊബൈലിലോ ടിവിയിലോ ഇത് കാണുകയാണ്. അതെ, ഇത് കാണുമ്പോൾ ബാക്കി ഇവിടെ വന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. എവിടെന്നാ ശരിക്കും വന്നത് ഇത്? എനിക്ക് തോന്നുന്നത് ഇത് ഡൽഹിയിലേക്ക് തായ്വാൻ ആ ഭാഗത്താണ് തോന്നുന്നത്. കറക്റ്റ് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ KL 55 രജിസ്ട്രേഷൻ ചെയ്താണ് വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് തരുന്ന ആളുകൾ ചെയ്തത് ഫ്രണ്ടും ബാക്കും JCWന്റെ ബമ്പർ കിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ബഷീർക്കയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബഷീർക്ക സ്വാഗതം. ബഷീർക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 5 വർഷം മുന്നേ വയനാട് കാക്കവയലിൽ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ബഷീർക്ക് ഇപ്പോൾ മൊത്തത്തിൽ കോഴിക്കോടേക്ക് സെറ്റിൽ ആയി. അതെ, ഞാൻ ഒരു 4 കൊല്ലത്ത് ഒക്കെ ആയി ഇവിടെ കോഴിക്കോട് തന്നെ ഫുള്ള് സെറ്റിൽ ആയിട്ട്. ഓക്കെ, അത് നമ്മൾ പല സ്ഥലത്ത് വെച്ച് കാണാറുണ്ട്, പക്ഷെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴാണ് അല്ലേ? കോഴിക്കോട് വെള്ളിപറമ്പാണ് ലൊക്കേഷൻ. ബ്ലാക്ക്ബെറി പ്രീ ഓൺഡ് കാസ്. കാക്കവയലിൽ ഇപ്പോൾ ഇല്ലേ ഷോറൂം? അവിടെ വെച്ചാൽ കൂടുതൽ ചെറിയ വണ്ടികളും കുറച്ച് പ്രീമിയം വണ്ടികളും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെയുള്ള ഇപ്പൊ ആ സെഗ്മെന്റ് തന്നെയാണുള്ളത്. ചെറുവണ്ടികളാണ് അവിടെ കൂടുതൽ. പിന്നെ പ്രീമിയം വണ്ടികൾ പിന്നെ കോഴിക്കോടേക്ക് ഫോക്കസ് ചെയ്തല്ലേ? ഓക്കെ, അങ്ങനത്തെ ഒരു മാർക്കറ്റ് കോഴിക്കോട് മലപ്പുറം ഈ ഭാഗത്ത് തന്നെയാണ് പ്രീമിയം വണ്ടികളുടെ കൂടുതലുള്ളത്. അപ്പോൾ നല്ല, അതായത് ഈ കാണുന്ന ഭീമാകാരന്മാർ മാത്രമല്ല, മീഡിയം സെഗ്മെന്റ് വാഹനങ്ങൾ, അത് പ്രീമിയത്തിൽ തന്നെ മീഡിയം സെഗ്മെന്റ്, പിന്നെ സെമി പ്രീമിയം അൾട്ടിസ് ഉണ്ട്, താർ ഉണ്ട്, ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇന്നത്തെ സ്റ്റോക്കിൽ. അപ്പോൾ ബഷീർക്ക, നമ്മളിപ്പോൾ കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട് പ്രേക്ഷകർക്ക് എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ട്രസ്റ്റ് അവർക്ക് വേണം. നമ്മുടെ ഒരു വണ്ടി അവർ പല തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്ന മേഖലയാണ് ഇൻഡസ്ട്രിയൽ മേഖല, അറിയാലോ. പ്രത്യേകിച്ച് പ്രീമിയം വണ്ടികളൊക്കെയാണ് അത്രയും സെൻസസിനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന വാഹനങ്ങളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എടുക്കുന്നവർക്ക് ആ ഒരു ട്രസ്റ്റ് അത് എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പ് കൊടുക്കുന്നത്? നിങ്ങളുടെ വണ്ടി നമ്മൾ എടുക്കുന്ന വണ്ടികളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കല്. അപ്പോൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ട നമ്മൾ വർക്ക്ഷോപ്പ് ചെക്ക് ചെയ്യും. പിന്നെ ഹിസ്റ്ററി എടുക്കേണ്ട ഹിസ്റ്ററി എടുക്കും. ഈ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാറുണ്ടോ? ഇൻഷുറൻസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യലുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കല്. അതിനൊന്നും വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അത് കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് അവരെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് കമ്പനിയിലാണെങ്കിൽ കമ്പനിയിൽ കൊണ്ടുപോയി, പിന്നെ ഇനി ഇൻഷുറൻസ് ഹിസ്റ്ററി ആണെന്ന് അവരെ കൊണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടാണ് നമ്മൾ എന്താക്കുക ഈ വണ്ടി കൊടുക്കുകയുള്ളൂ. പിന്നെ കൂടുതൽ നമ്മൾ ഡീലേഴ്സിനാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ഡീലർക്കാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ വീഡിയോ ചെയ്യുന്ന പല ഡീലേഴ്സിനും പുള്ളി വണ്ടി കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഡീലർ പ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കുറഞ്ഞ പ്രൈസ് നമുക്ക് ഒരു റേറ്റിൽ നമ്മൾ കൊടുത്തു പോവാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വെറുതെ വണ്ടി മേടിച്ച് കൂട്ടിയിട്ടിട്ട് കാര്യമല്ലല്ലോ. നമുക്ക് കച്ചവടങ്ങൾ നടക്കുക, പ്രോഫിറ്റ് കുറയ്ക്കുക, പിന്നെ ടേൺ ഓവർ കൂട്ടുക. അപ്പൊ ആ രൂപത്തിലൊക്കെ നമുക്ക് എന്താക്കാം ഉഷാറായിട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എല്ലാ സെഗ്മെന്റും കേട്ടോ. ഇവിടെ ഹൈലൈറ്റ് ഒരു ബസ്സാണ് അല്ലേ, ടൊയോട്ടയുടെ കോസ്റ്റർ അല്ലേ? ഓക്കെ, ആ ഒരു ബസ് ഉണ്ട്. അപ്പോൾ അടിപൊളി സാധനമാണ്. ഞാൻ കയറിയപ്പോൾ ബസ് ശരിക്കും ബസ്സിന്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ബസ് ശരിക്കും നമ്മൾ ഒരു ആഗ്രഹം കൊണ്ട് നമുക്കൊരു ആഗ്രഹം കൊണ്ട് മേടിച്ചതാ. നമുക്ക് ബസ്സുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ കണ്ടപ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ്. പക്ഷെ അത് വിൽക്കാൻ വേണ്ടി മേടിച്ചത്. പക്ഷെ അത് കൂടുതൽ ഓട്ടങ്ങൾ കിട്ടുന്നുണ്ട്, വാടകയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ബസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് വാടക ഓടാൻ പറ്റും കേട്ടോ. അത്രയും നല്ല അടിപൊളി വിസിബിലിറ്റി ഉള്ള വാഹനമാണ്. അപ്പോൾ ഒക്കെ കാണിച്ചു തരാം. എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബ്ലാക്ക്ബെറി പ്രീ ഓൺഡ് കാസിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് വെള്ളിപറമ്പാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരും. ബാക്കി ഓരോന്ന് പറയുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ കാണാം. സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മുടെ ആദ്യ വാഹനം ഈ റേഞ്ച് റോവറിൽ തന്നെ തുടങ്ങാം. SE സ്പോർട്ടാണ് ഓപ്ഷൻ വരുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു വിൻറ്റേജ് കാറ്റഗറിയിൽ കയറാൻ പോകുന്നൊരു അങ്ങനത്തെ ഒരു ലുക്കാണ്. കാരണം ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് അതിന്റെ കസ്റ്റമേഴ്സ് പലതും വരുന്നുണ്ടെങ്കിൽ ഒരു 1-2 കസ്റ്റമർ നമ്മളോട് പറഞ്ഞ അഭിപ്രായം കൂടിയാണത്. കാരണം അത് 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ അതിന് വീര്യം കൂടുതലായിരിക്കും. തീർച്ചയായും അങ്ങനത്തെ ഒരു ഐറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? 2013 മോഡലാണ്. 2014 മാർച്ചിലാണ് വണ്ടി ഇറങ്ങിയത്. രജിസ്ട്രേഷൻ വരുന്നത് അല്ലേ? 14 മാർച്ച് തൊട്ടിട്ട് 15 വർഷത്തേക്കാണ് ടാക്സ്. 2029 വരെ. പിന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, നമ്പർ 5 ആണ്. ഓട്ടം എത്ര പോയി? ഓട്ടം 78,000 കിലോമീറ്റർ. ഓക്കെ, നമ്പർ 5 അതാണ് ഫാൻസി നമ്പറാണ്. ഒറിജിനൽ കേരള. എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? KL
ഓക്കെ അല്ല എനിക്ക് അങ്ങനെ പറയാറിയാം. ഓക്കെ, എന്നാലും 5 നമ്പർ വരുന്നത് KL 52 G5. 52 G5 അതാണ് നമ്പർ. ഓക്കെ, നമ്മൾ ഒരുപാട് വണ്ടികൾ ഓട്ടം 78,000 കിലോമീറ്റർ. 78. അതിപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ വന്ന് നോക്കിയാൽ, ഞാൻ സർവീസിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമർ വന്ന് നോക്കിയിട്ട് നമ്മൾ സർവീസ് ചെയ്ത് കമ്പനി പോയി സർവീസ് ചെയ്ത് കൊടുക്കും അവർക്ക്. കൊടുക്കും. ആ സമയത്ത് തന്നെ അവർക്ക് ഫുള്ള് ചെക്ക് ചെയ്യാലോ, അവർക്ക് ചെക്ക് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അവർക്ക് ചെക്ക് ചെയ്യാം. അതോട് കൂടിയിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നല്ല വൃത്തിയിൽ നമുക്ക് എന്താക്കും അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്, കറക്റ്റ് സർവീസ് ആണ്. പിന്നെ വണ്ടി ഹിസ്റ്ററി കാര്യങ്ങളില്ല, ഫ്ലഡ് എഫക്റ്റഡ്, ടോട്ടൽ ലോസ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നല്ല ടയർ, പുതിയ ടയർസ് ആണ്. 4 ടയർ ഇപ്പോൾ പുതിയ ഇട്ടുണ്ട്. 25 ലക്ഷം രൂപ ഐഡിയുള്ള ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. 25 lakhs. പിന്നെ സ്പെയർക്ക് ഇല്ല. പിന്നെ ബാക്കി ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ജിതിൻഭായ് വണ്ടി നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇന്ത്യൻ എക്സ്റ്റീരിയർ വൈസ് നീറ്റ് ആണ്. അതൊക്കെ ബാക്കി ടെക്നിക്കൽ സൈഡ് എന്തായാലും നിങ്ങൾക്ക് അവർ സർവീസിന് കൊണ്ടുകൊണ്ട് അപ്പൊ തന്നെ കമ്പനി വേണം ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കാറ്റഗറിയിട്ട് ഒരു ആളുകളുണ്ട്, ഇതിനെ അറിയുന്ന ആളുകളുണ്ട്, അവരെന്തായാലും വന്ന് നോക്കും. ഓക്കെ, അപ്പോൾ എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത് എത്രയാ? ഇതിന് നമ്മൾ 28 രൂപയൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് നടക്കണമല്ലോ, കച്ചവടം നടക്കണമല്ലോ. ഇതിന് കൃത്യമായിട്ട് ഇതിന് കിലോമീറ്ററുകൾ കൂടുതൽ ഓടിയ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിന്റെ ക്വാളിറ്റിക്കാണ് അതിന്റെ വില. ഇത് നമുക്ക് നെറ്റ് കൊടുക്കാൻ പറ്റുന്ന 26,50,000 രൂപ കിട്ടിയാൽ നമുക്ക് എന്താക്കാം, വണ്ടി കൊടുക്കാം. അതായത് ആസ്കിംഗ് ഒന്നുമില്ല, നെറ്റാണ്. 26 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി ഒരു വാഹനം കൊണ്ടുപോകാം. 13 മോഡൽ, 14 രജിസ്ട്രേഷൻ, 78,000 കിലോമീറ്റർ ഓടിയ SC സ്പോർട്ട് റേഞ്ച് റോവർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള വണ്ടി, ഒറിജിനൽ. ലോണ് ചാൻസ് ഉണ്ടാവും? ലോൺ ചാൻസ് ഉണ്ട്, പക്ഷെ അത് കസ്റ്റമർ നോക്കിയിട്ട് അവർ ചെയ്യായിരിക്കും നല്ലതെന്ന് എൻ്റെ. നിങ്ങൾ ഡയറക്റ്റ് ലോൺ ചെയ്യുന്നില്ല? ഓക്കെ, അടുത്തത് മെർസിഡസ് ബെൻസ് GLS 350D ആണ് അടുത്ത വാഹനം. അതെ, ഒരു ബ്ലാക്ക് ബ്യൂട്ടി അല്ലേ? ബ്ലാക്ക് ബ്യൂട്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2019 ഗ്രാൻഡ് എഡിഷൻ ആണ്. ഗ്രാൻഡ് എഡിഷൻ. ഓക്കെ, 1,38,000 കിലോമീറ്റർ ഓടിയുണ്ട്. പക്ക പ്രോപ്പർ സർവീസ് ഉള്ളതാണ്. നമ്പർ 9. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എവിടെ രജിസ്ട്രേഷൻ? KL 10 നമ്പർ 9 വാഹനം നിൽക്കുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന, വേറൊരു ക്ലെയിം ഇല്ല അല്ലേ? ഒരു ക്ലെയിം ഒന്നുമില്ല. ചെക്ക് ചെയ്യാം, കമ്പനി പോയി ചെക്ക് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാം. ഓക്കെ, ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട് വണ്ടിക്ക്? എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ശരിയാണെങ്കിൽ ഒരു 1.30, 1.40 ആ ലെവലായിരിക്കണം. കൃത്യമായിട്ട് എനിക്കറിയില്ല. 1,30,00,000, 1,40,00,000 ആ റേഞ്ചിലാണ് അന്ന് ഇറങ്ങുമ്പോഴുള്ള വില. ഗ്രാൻഡ് എഡിഷൻ 2019 GLS 350D ആണ്. ഇത് എറോമാറ്റിക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ 7 സീറ്റ് വണ്ടിയാണ്. പിന്നെ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഒരു പ്രത്യേകത ഉള്ള ഒരു സംഭവമാണ്. കാരണം ബ്ലാക്ക് എടുക്കുന്ന ആളെ അതേ എടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എത്ര ചോദ്യം? എത്ര ഇപ്പൊ ഇതിന് ചോദ്യം 66 ലക്ഷം രൂപയാണ്. നമുക്ക് ഫൈനൽ 63 ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് എന്താക്കാം, കൊടുക്കാം. 63 ലക്ഷത്തിന് 2019 ഗ്രാൻഡ് എഡിഷൻ 1.38 ഓടിയ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ്, KL 10 ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യാം. പുറത്തുനിന്ന് ലോൺ കിട്ടും. നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്ത് എന്തായാലും ലോൺ കിട്ടും. അതിനുള്ള ഒരു ടൈമും കാര്യമൊക്കെ നമുക്ക് തീർച്ചയായും കൊടുക്കണമല്ലോ. വെയിറ്റിംഗ് പീരീഡ് എന്തായാലും കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. പുറത്ത് ഒരുപാട് ഏജൻസീസ് ഉണ്ട്, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിനുള്ള ടൈമും കാര്യമൊക്കെ എന്തായാലും തരുന്നുണ്ട്. അപ്പോൾ അടുത്ത വണ്ടി തൊട്ട് നമുക്ക് വാഹനങ്ങൾ പരിചയപ്പെടുത്തരുന്നത് വേറൊരാളാണല്ലേ? പുള്ളിയെ സ്വാഗതം ചെയ്യാം. അതെ ബ്രോ, സ്വാഗതം. എന്താ പേര്? സബാഹ. ഓക്കെ, അപ്പോൾ എന്തായാലും പുള്ളിയാണ് നമുക്ക് അടുത്ത വാഹനമൊക്കെ പരിചയപ്പെടുന്നത് അല്ലേ? അപ്പോൾ അടുത്തത് മിനി കൂപ്പറാണ്. കൂപ്പർ എസ് ആയത്? കൂപ്പർ എസ് അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡലാണ്. ന്യൂ ഷേപ്പിൽ വരുന്ന വാഹനമാണ്. 2015. അതായത് ഡൽഹി രജിസ്ട്രേഷൻ. നമ്മൾ കൊടുവള്ളിയിലേക്ക് NOC എടുത്തിട്ടുണ്ട്. ഓക്കെ, NOC ഉള്ള പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, KL 57 NOC എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ NOCന്റെ പ്രശ്നമൊന്നുമില്ല. സിംഗിൾ ഓണറിൽ NOC KL 57 എടുത്തു. സെക്കൻഡ് ഓണർഷിപ്പിലാണ് അവിടെ രജിസ്ട്രേഷൻ ചെയ്യാം. അതങ്ങനെയാണ്. ഓക്കെ, അത് അവിടുന്ന് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ RTOയിലേക്ക് പറഞ്ഞു. അതെ, നമ്മൾ NOCയിലാണ് ഈ വണ്ടിക്ക് കച്ചവടം സംസാരിക്കുന്നത്. പ്രൈസ് പറയുന്നത്. ഓട്ടം എത്ര പോയത്? 88,000 കിലോമീറ്റർ. പ്രോപ്പർ ഹിസ്റ്ററി ഇല്ല. കാരണം 40 ഞാൻ മനസ്സിലാക്കണം എന്താ സംബന്ധിച്ച് 47,000 48,000 വരെയൊക്കെ കമ്പനി സർവീസ് ഉള്ളൂ. പിന്നെ അതർ രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് പുറത്തുള്ള വണ്ടിയല്ല. കിലോമീറ്റർ നമ്മൾ അത്ര ഉറപ്പിക്കില്ല. അല്ല, അതിന് ശേഷം ഇത് 88,000 കിലോമീറ്റർ വരെ ഇത് എന്താ പറയുക പുറത്തുനിന്നാണ് സർവീസ് ചെയ്താൽ ഞാൻ മനസ്സിലാക്കണേ. കിലോമീറ്റർ തിരിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഉറപ്പ് അത് ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തേ. പക്ഷെ കമ്പനി സർവീസോടുകൂടി വരുന്നത് 48,000 50,000 അങ്ങനെയാണ് സർവീസോട് കൂടിയിട്ട്
വരുന്നത്. ഓക്കെ. ബാക്കി പുറത്തുനിന്ന് സർവീസ് ചെയ്തു. സിംഗിൾ ഓണർ തന്നെയാണ്. സിംഗിൾ ഓണർ. ഓക്കെ. ക്ലെയിം ഒന്നും അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ക്ലെയിം ചില്ലറ ചെറിയ ക്ലെയിമുകളുണ്ട്. അതായത് ആ ഡിക്കി സ്പേസിന്റെ ആ ഭാഗത്ത് ചെറിയ ഒരു ഇതുണ്ട്. പിന്നെ ഈ ചെറിയ പെയിന്റ് ടച്ചപ്പ് അങ്ങനത്തെ ചെറിയ ക്ലെയിമുകളൊക്കെ ഉണ്ട്. മേജർ ക്ലെയിമുകളൊന്നും ഇല്ല. മേജർ ക്ലെയിമുകളൊന്നും ഇല്ല. പിന്നെ ഇതിന്റെ വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് തരുന്ന ആളുകൾ ചെയ്തത് ഫ്രണ്ടും ബാക്കും JCWന്റെ ബമ്പർ കിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അലോവിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 18 ലക്ഷം രൂപ ഐഡിയൽ ഇൻഷുറൻസ് ഇപ്പോൾ എടുത്തിട്ട് ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. 1 മന്ത് ആയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. എത്ര ആയിട്ടുള്ളൂ? നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് നോക്കണം. ടാക്സ് ഏകദേശം ഒരു 2.5-3 രൂപേന്റെ ഉള്ളിലേക്ക് കൊണ്ട് മാറാൻ വേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര ചോദ്യം NOC-യിൽ? നമ്മൾ 18,50,000 രൂപയാണ് NOC-ൽ നമ്മൾ ചോദിക്കുന്നത്. കൂപ്പർ എസ് 2015 മോഡൽ 18.5 ലക്ഷം ചോദ്യമാണ്. അത് ഫൈനൽ എത്ര? നമുക്ക് നിങ്ങളെ കസ്റ്റമർക്ക് പറയല്ല. അപ്പൊ നിങ്ങളെ കസ്റ്റമർക്ക് നമുക്ക് 17,60,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. നമുക്ക് 17.60 ലാസ്റ്റ് റേറ്റ് ആണ്. ഇങ്ങോട്ടേക്ക് മാറണേ ഒരു 3 ലക്ഷത്തിന്റെ ഉള്ളിൽ കാണേണ്ടി വരും. അടുത്ത വണ്ടി അടുത്തത് മഹീന്ദ്ര ഥാറാണ്. നല്ലൊരു ബ്ലാക്ക് ഥാർ 4x4 ആണല്ലേ? 4x4 ആണ് വരുന്നത്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2022 മോഡലാണ് വരുന്നത്. 22 4x4 ഡീസൽ മാനുവൽ 4 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ഡ്രൈവ്. ഓക്കെ. ഹാർഡ് ടോപ്പ് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ LX. ഓക്കെ. എത്ര ഓണർഷിപ്പ്? എത്രയാ? സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. കിലോമീറ്റർ എത്രയായി? 57,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസിലാണുള്ളത്. 57,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പ്രോപ്പർ സർവീസ് ആണ്. 50 കഴിഞ്ഞായിരിക്കും. 50,000 സർവീസ് വരെ ഫൈനൽ ചെയ്തതാണ്. ഓക്കെ. ഇനി 60 നിങ്ങൾ സർവീസ് ചെയ്യണം. 4x4 മാനുവൽ ഡീസൽ ഥാറാണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം വരുന്നുണ്ട്. ഏകദേശം 1,75,000 രൂപയുടെ ക്ലെയിം വരുന്നുണ്ട്. വാഹനം ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു പോസ്റ്റിന് ചെറുതായിട്ട് തട്ടിയിട്ട് ആ ഒരു കോർണറിൽ ഫ്രണ്ട് ലെഫ്റ്റ് കോർണറിൽ ഒരു പോസ്റ്റിന് തട്ടിയതായിരുന്നു. അതിൽ ഡോർ റീപ്ലേസ് വരുന്നുണ്ട്, വിൻഷീൽഡ് റീപ്ലേസ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ഹാഫ് പോർഷൻ ആ ഒരു റൂഫിൻ്റെ ഫൈബർ റൂഫിൻ്റെ അതിൻ്റെ കറക്റ്റ് ഫോട്ടോസ് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. തട്ടി ആ കോർണർ അടിച്ചിട്ടുണ്ടല്ലോ? അതെ, ആ കോർണറിൽ ഒരു തട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഡീറ്റെയിൽസ്. ഓക്കെ. എ പില്ലർ ലെഫ്റ്റ് സൈഡ് ഒരു നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഒരു തട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. റൂഫിന്റെ മേലെ കുറച്ച് ഭാഗം ഹാഫ് പോർഷൻ റീപ്ലേസ്. അത് കമ്പനി തന്നെ വർക്ക് കമ്പനി തന്നെ ഫുൾ മഹീന്ദ്ര ഷോറൂം തന്നെയാണ്. എല്ലാം കമ്പനി സർവീസ്. 1,75,000 രൂപേൻ്റെ ക്ലെയിമാണ്. ആ ഡോറ് പില്ലറിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം വണ്ടി ഫുൾ ഓക്കെ. അത് തട്ടിയിട്ട് കുറേ ആയോ? തട്ടി ഏകദേശം 2022 വണ്ടി ഇറങ്ങി ആ ഒരു വർഷം ലാസ്റ്റ് തന്നെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ പിന്നെ ലീക്കും കാര്യമൊന്നും ഉണ്ടാവില്ല. യൂസ് ചെയ്യുന്നതാണല്ലോ. ഓക്കെ. അപ്പോൾ എത്ര ചോദ്യം എത്രയാണ് ഇപ്പോൾ? ചോദ്യത്തിന് നമ്മൾ ചോദിക്കുന്നത് 13.5 ഫൈനൽ നമുക്കൊരു 12.90 നമുക്ക് ഫൈനലായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. 12,90,000 രൂപയ്ക്ക് 2022 4x4 മാനുവൽ ഥാറ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാർക്കറ്റ് പ്രൈസിൽ വളരെ കുറച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ക്ലെയിം ഉള്ളതുകൊണ്ടാണ്. മേജർ അല്ലെങ്കിലും ക്ലെയിം ആണല്ലോ, അതുകൊണ്ടാണ് ആ ഒരു മാന്യമായ പ്രൈസിൽ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എന്തായാലും താല്പര്യമുള്ളവർ വിളിച്ചോളൂ. ഫുൾ ഓണും കയറും അല്ലേ? ഫുൾ ഓൺ കാര്യങ്ങളും ചെയ്യും. അടുത്തത് ഒരു സെഡാൻ കാറ്റഗറി ടൊയോട്ട കൊറോള അൾട്ടിസ് ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? 2017 മോഡലാണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. 17 ഒറിജിനൽ കേരള വരുന്നത്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓട്ടോ എത്ര പോയി? 97,000 കിലോമീറ്റേഴ്സ്. കറക്റ്റ് കമ്പനി സർവീസോട് കൂടെയാണ്. 97,000 കമ്പനി സർവീസ് ഉണ്ട്. മൈലേജ് ഒരു 11-13 ഒക്കെ കണ്ടാവും. ആവറേജ് ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ. മാക്സിമം. പക്ഷേ നല്ല സുഖം ഉണ്ടാവും. ഡ്രൈവിംഗ് കംഫർട്ട്, നല്ല സ്പേസിൽ ഇരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ. പിന്നെ വലിയ മെയിൻ്റനൻസ് പേടിക്കണ്ട. ടൊയോട്ട ആയതുകൊണ്ട് ഓട്ടം അത്രയായി ദേശം പേടിക്കൊന്നും വേണ്ട. ഓക്കെ. അപ്പോൾ ധൈര്യത്തിൽ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ? ഓക്കെ. വേറെ മേജർ ആയിട്ടുള്ള അടിയൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. മേജർ കാര്യങ്ങളൊന്നും വരുന്നില്ല. എത്ര ചോദ്യം എത്രയുണ്ട്? ഇത് 9,50,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 9,50,000. അത് ഫൈനൽ എത്ര? ഫൈനൽ നമുക്കൊരു 8,75 നമുക്ക് ചെയ്ത് കൊടുക്കാം. 8,75,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓപ്ഷൻ ഏതാ ചെയ്യാം? ജി ഓപ്ഷനാണ് വരുന്നത്. ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്നതാണ്. ഓക്കെ. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. അപ്പോൾ മെയിൻ്റനൻസ് വളരെ കമ്മിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടി. അടുത്ത വണ്ടിയിൽ അടുത്തത് BMW 320D 3 സീരീസ് വാഹനമാണ്. അതായത് BM-ലേക്ക് എൻ്റർ ചെയ്യുന്നവർക്കൊരു സ്റ്റാർട്ടിംഗ് കാറ്റഗറി അല്ലേ? സ്റ്റാർട്ടിംഗ് സെഡാൻ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2015 മോഡലാണ് വരുന്നത്. BMW 3 സീരീസ് ലക്ഷറി ലൈനാണ് വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് ലക്ഷറി ലൈൻ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 78,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 78,000. 15 വലിയ ഓട്ടമല്ല. വലിയ ഓട്ടമല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ചാൽ 10 വർഷത്തെ സർവീസ് പാക്കേജ് ഉണ്ടായിരുന്ന വണ്ടിയാണ്.
അതിപ്പോൾ ജസ്റ്റ് 2 മാസം മുമ്പ് തീർന്നതേ ഉള്ളൂ. അപ്പോൾ ആ 10 വർഷം കറക്റ്റായിട്ട് പക്കാ സർവീസോട് ഇവിടെ വന്ന് അതിൻ്റെ ക്വാളിറ്റി വണ്ടിക്കുണ്ട്. ഓക്കെ, പക്കാ സർവീസ് പോയ വാഹനമാണ്. അവിടെ എത്ര ഇപ്പോൾ ഓണർഷിപ്പ് കിടക്കുന്നത്? ഓണർഷിപ്പ് ഇപ്പോൾ 3rd ഓണറിലാണുള്ളത്. 3rd ഓണർ. എങ്ങോട്ടെങ്കിലും NOC എടുത്തോ? ഇല്ല, ഇപ്പോൾ PY-ലാണുള്ളത്. പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ മാഹിയുള്ളവർക്കൊക്കെ സുഖമായിട്ട് മാറാൻ പറ്റും. ടാക്സ് ഒന്നും അഡീഷണൽ അടക്കാണ്ട് മാറാൻ പറ്റും. അവിടെ അഡ്രസ്സിൽ ആളുകളാണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണ് ചോദ്യം? എത്രയിൻ്റെ ഇതിൻ്റെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് 16,90,000 16,90,000 NOC-ൽ. അതെ. ഓക്കെ, കേരള നമ്പർ ആക്കണം എത്ര കാണേണ്ടി വരും? കേരള നമ്പർ ആക്കണമെങ്കിൽ അറൗണ്ട് ഒരു 2 lakh 2 സംതിങ് ആ റേഞ്ച് കാണേണ്ടി വരും. ഏകദേശമാണ് പറയുന്നത്. ഇതൊക്കെ ഒന്നും ഉറപ്പിച്ചിട്ടുള്ള വിലയല്ല. അത് നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ചാൽ കറക്റ്റ് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. 320D ആണ്, വലിയ ഓട്ടം പോയിട്ടില്ല. അത്യാവശ്യം മൈലേജ് കിട്ടും. 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നും. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ബസ്, ടൊയോട്ട കോസ്റ്റർ അല്ലേ? ഇമ്പോർട്ടഡ് ആണ്. ഇന്ത്യയിലില്ല അല്ലേ സാധനം? എവിടെന്നാ ശരിക്കും വന്നത് ഇത്? എനിക്ക് തോന്നുന്നത് ഇത് ഡൽഹിയിലേക്ക് തായ്വാൻ ആ ഭാഗത്താണ് തോന്നുന്നത്. കറക്റ്റ് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ KL 55 രജിസ്ട്രേഷൻ ചെയ്താണ് വണ്ടി. തിരൂര് രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, കുറച്ച് കൊടുത്തു. ഓക്കെ, പിന്നെ ഏതാ മോഡല്? 2013 മോഡൽ. 13. ഓക്കെ, ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 2,22,000 കിലോമീറ്റർ. 2,22 ഓടിയിട്ടുണ്ട്. പിന്നെ ഓടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകെ 15 സീറ്റുള്ളൂ. ഡ്രൈവർ അടക്കം 15 ആൾക്കേ പോകാൻ പറ്റുള്ളൂ. അത് ശരി. കാരണം ഇത് AC ആണ്, എയർമാറ്റിക് ഉണ്ട്. അതായത് ഇതിൽ യാത്ര ചെയ്ത ആൾക്കാരെ ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ച വാഹനമാണ്. പക്ഷെ നമുക്ക് കൂടുതലും ഇപ്പൊ നമ്മൾ ഒരുപാട് ഓട്ടോ ഓടുന്നുണ്ട്. അത് വാടകയ്ക്ക് ഓടുന്നുണ്ട്. കാരണം ആളുകൾ വന്നിട്ട് നമ്മൾ ചോദിക്കാണ് വണ്ടി നിർത്തിയിടുന്ന സമയത്ത് ഇത് ഓടുമെന്നുള്ള ചോദിക്കുമ്പോൾ നമുക്ക് നിർത്തിയിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം വണ്ടി നാശമായി പോകുമല്ലോ. പക്ഷെ ഇത് ഓടുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നാശാവില്ല. പിന്നെന്താ പറയുക, ജനങ്ങൾക്ക് ഭയങ്കര കംഫർട്ടാണ്. കാരണം ഇതിൽ നമ്മൾ വോമിറ്റിങ്ങിന്റെ ഒരു ടെൻഡൻസി ഒന്നും ഇല്ല. വിസിബിലിറ്റിയാണ്. യാത്ര ചെയ്ത ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നല്ല സ്പേസും ഉണ്ട്, നല്ല അടിപൊളി സീറ്റുമാണ്. എന്താ പറയാ, ശരിക്കും നമുക്ക് ഡ്രൈവർ ഇരുന്ന് ഓടിച്ചു പോകുമ്പോഴുള്ള വിസിബിലിറ്റി ശരിക്കും ഓരോ സീറ്റിലും. ശരിക്കും നമ്മൾ ടയോട്ട കോളീസ് ഇല്ലേ, കോളീസ് ഓടിക്കുന്നത് എങ്ങനെയാണ് അതേ രൂപത്തിലാണ്. വലിയൊരു ബസ് അല്ലെങ്കിൽ ഒരു വാൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതില്ല. കാരണം എന്താ, ചെറുവണ്ടി ഓടിക്കുന്നത് പോലെയാണ് ഇത് ശരിക്കും ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ ആരെങ്കിലും നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ ഓട്ടം കിട്ടും. അതെ, നമ്മള് 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപജീവന മാർഗം കൂടിയാണിത്. കാരണം കൃത്യമായി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാള് ആണെന്നുണ്ടെങ്കിൽ ഒരു വരുമാന മാർഗം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അങ്ങനെ. എത്ര ഇതിന്റെ ചോദ്യം എത്രയാണ് ഇപ്പോൾ? ഇത് 24 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 24 ലക്ഷം കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. ചെയ്യാനില്ല. അപ്പൊ ഇതിന്റെ ഇത് പ്രൈവറ്റിലാണ്? എങ്ങനെ? പെർമിറ്റില്ല, ടാക്സി പെർമിറ്റിലേ വരുള്ളൂ. ടാക്സി പെർമിറ്റിലേ വരുള്ളൂ വണ്ടി. പിന്നെ വേറെ പേപ്പറും കാര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ട്. 1 വർഷത്തേക്ക് ഇപ്പോൾ ഇൻഷുറൻസ്, ടാക്സ്, ഇതിന്റെ 9,000 രൂപയാണ് ടാക്സ് വരിക. 3 മാസത്തേക്ക് കിട്ടുള്ളൂ. പിന്നെ CF ഇൻഷുറൻസ് ഇനിയിപ്പോൾ ഒരു 10 മാസത്തോളം ഉണ്ടാവും. പിന്നെ ടയർ ഭാഗങ്ങൾ, അങ്ങനെ ഒരുവിധം പണികളൊക്കെ നമ്മളെന്താക്കി നമ്മളെടുത്ത്. ഇത് ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ മേടിച്ചാണ്. അങ്ങനെ എന്തായാലും താല്പര്യമുള്ളവരുടെ എന്തായാലും വിളിച്ചോളൂ. ലോൺ കിട്ടുമോ? ലോണ് നമ്മൾ കിട്ടായൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ML 250 ആണ്. അതായത് ഒരു SUV സെഗ്മെന്റിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണല്ലേ ML 250. എയറോമാറ്റിക് സസ്പെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഇല്ല 250 ആണ്. 350 ആണല്ലോ എയറോമാറ്റിക് വരിക. ഡീറ്റെയിൽ ഇത് 2013 മോഡലാണ്. 13. കിലോമീറ്റർ 78,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. പിന്നെ ഹരിയാന രജിസ്ട്രേഷൻ ആണ്. NOC എടുത്തോ? എവിടെയെങ്കിലും NOC എടുത്തിട്ടില്ല, ഹരിയാന രജിസ്ട്രേഷൻ തന്നെയാണ്. പിന്നെ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ വേറെ ക്ലെയിമുകളൊന്നും വണ്ടിമേ കാണുന്ന കാര്യങ്ങളൊന്നുമില്ല. ഫിസിക്കലി നോക്കിയിട്ടൊന്നും ഒന്നുമില്ല. ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. 13 മോഡൽ 14 രജിസ്ട്രേഷൻ വരുന്ന. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. മേജർ ആയിട്ടുള്ള ക്ലെയിം ഫിസിക്കലി നോക്കിയിട്ടൊന്നും കണ്ടില്ല. 15,50,000 രൂപ IDVയിൽ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. NOCയിൽ എത്ര കൊടുക്കാം? NOCയിൽ നമുക്ക് നിങ്ങളെ കസ്റ്റമറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഫർ പ്രൈസിൽ 9,90,000 രൂപ കൊടുക്കാം. 9,90,000 ഒരു ML 250 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2013 മോഡൽ 14 രജിസ്ട്രേഷൻ വാഹനം കൊണ്ടുപോകാം. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറണം എത്ര വേണ്ടി വരും? 3 ലക്ഷം? 3 വേണ്ട. കാരണം ഞാനിപ്പോൾ ഒരു 350 മാറി 2,82 ഓക്കെ. അപ്പൊ ഇത് 250 ആണല്ലോ. എനിക്ക് മനസ്സിലാവുന്ന ഒരു 2.5 മതിയായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഇങ്ങോട്ടേക്ക് മാറാനും. ഓക്കെ, അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ 10 ലക്ഷം ബഡ്ജറ്റിൽ. പക്ഷെ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഹരിയാനയിൽ പേര് മാറാം.
അത് നെയിം ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അതുമല്ല ഇതിന്മ ഫിനാൻസ് കൂടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടാനും സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ വേഗം എന്താ എല്ലാ പരിപാടികളും വേഗം പിരിച്ചുവിടുക. അത്രേ ഉള്ളൂ. അടുത്തത് ഒരു സെമി പ്രീമിയം കാറ്റഗറി മഹീന്ദ്ര XUV 700. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് X7L എന്ന് പറയുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ലെവൽ 2 അഡാസ് വരുന്ന അല്ലേ? ഓക്കെ, 2022 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഏതാ? ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ഓട്ടം എത്ര പോയി? ഓട്ടം 62,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററിയിലാണുള്ളത്. ഓട്ടം പോയിട്ടുണ്ട് അത്യാവശ്യം. വാറണ്ടി ഉണ്ടാവുമല്ലോ അതെ നിലവിൽ? അതെ, നിലവിൽ വാറണ്ടി ഉണ്ട്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഇറങ്ങുമ്പോൾ 30,31,000 അടുത്തുണ്ട്. ഇപ്പോൾ 29 സംതിങ് ആണ് ഇപ്പോഴുള്ളത്. പുതിയ വണ്ടിക്ക് 29 സംതിങ് ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ GST പിന്നെയും മാറാൻ പോവാണ്, പിന്നെയും കൂടാൻ പോവാണ്. അവർ കുറവ് വന്നത് ഇളവ് എടുക്കാൻ പോവാണ്, പിന്നെയും കൂട്ടും. ഓക്കെ, അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പിലാണ്. ഫാൻസി നമ്പർ കൂടെയാണ് കേട്ടോ. എത്ര കൊടുക്കുക? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 22 ലക്ഷം രൂപയാണ്. 22 lakhs ആണ് ചോദിക്കുന്ന. ഫൈനൽ പറയുന്നില്ല. ടീം ടെക്കിന്റെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കണമല്ലോ. 20,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 20,90,000 നിങ്ങൾക്ക് ഈ ഒരു X7L ഏറ്റവും ഫുൾ ഓപ്ഷൻ XUV 700 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ലോണും ചാൻസ് ഉണ്ട് അല്ലേ? ഫുൾ ലോൺ ചാൻസ് ഉണ്ട് ആളുടെ അനുസരിച്ചിരിക്കും. എന്തായാലും ഒരു 18-19 ലക്ഷം അത്രയും എമൗണ്ട് വരുന്നുണ്ട്, അത് കണക്കാക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മെർസിഡസ് ബെൻസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് കോമ്പാക്ട് SUV അല്ലേ? മെർസിഡസ് ബെൻസ് GLA 220D ആണ്. ഇതിന്റെ മുന്നേ GLA 200D ആയിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പൊ 220D ആണ്. ന്യൂ ഷേപ്പ് അല്ല? അത് ന്യൂ ഷേപ്പാണ് വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? GLA 220D AMG ലൈനിൽ വരുന്ന ഫോർമാറ്റിക് വെഹിക്കിൾ ആണിത്. ഫോർമാറ്റിക് ഓൾ വീൽ ഡ്രൈവ് വരും. ഓൾ വീൽ ഡ്രൈവ് ആണ് വരുന്നത്. 2021 മോഡലാണ്. 22-ലാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. ഓക്കെ, 21 മോഡൽ, 22 രജിസ്ട്രേഷൻ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ ഇപ്പോൾ ഏകദേശം 43,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസിൽ. ഓക്കെ, ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടൂലേ? ആ മൈലേജും കാര്യങ്ങളും അത്യാവശ്യം കിട്ടുന്ന. എത്ര ഒരു 17 റേഞ്ച് ഒക്കെ കിട്ടും ലോങ്ങിൽ? 15 to 17 റേഞ്ച് പ്രതീക്ഷിക്കാം ലോങ്ങിൽ. ഏകദേശം അത്രയും മൈലേജ് കിട്ടും. 220 ഒക്കെ ശരിക്കും 18-19 റേഞ്ച് കിട്ടുന്നുണ്ട്. 20 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം അത്രയും മൈലേജ് ഉണ്ട്. വേറെ മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. കേരള വണ്ടി തന്നെ? കർണാടക രജിസ്ട്രേഷനിലാണുള്ളത്. കർണാടക രജിസ്ട്രേഷൻ. കേരളത്തിലെ നമ്മുടെ ബിസിനസ്സുകാരൊക്കെ കൂടുതലും കർണാടകയിലാണല്ലോ. അങ്ങനെയുള്ള ഒരു കർണാടകയിലുള്ള ഒരു മല്ലു ബിസിനസ്സുകാർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. കർണാടക രജിസ്ട്രേഷനിലാണ് വരുന്നത്. കർണാടകയിലാണ് കൂടുതൽ ഇങ്ങനത്തെ ഇതെന്ന് തോന്നുന്നു അല്ലേ ആവശ്യക്കാരെന്ന്? ഓക്കെ, അങ്ങനത്തെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കർണാടക മല്ലൂസ് അല്ലേ, മല്ലൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കേരളത്തിലെ ആൾക്കാർക്ക് എടുക്കാം കേട്ടോ. പിന്നെ കർണാടക വണ്ടിയാണ് ഇങ്ങോട്ടേക്ക് റീയാക്കേണ്ടി വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ സൗകര്യം ബാംഗ്ലൂരൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂളായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എത്രയാണ് ചോദ്യം? എത്രയാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്? 37.5 ലക്ഷം രൂപയാണ്. 37,50,000 രൂപ. 2022 ഫോർമാറ്റിക് GLA 220D ആസ്കിംഗ് പ്രൈസ് അതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുമോ? കുറച്ച് ഒരു 1 ലക്ഷം എത്ര കൊടുക്കാന്നുള്ള ജിതിൻ ഭായി പറയാം, അതുപോലെ നമുക്ക് ചെയ്യാം. ഒരു 1 ലക്ഷം ഒക്കെ കുറക്കാൻ പറ്റുമോ? 1 ലക്ഷം നമുക്കിത് ഫൈനൽ ഒരു 35,80,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. അതിന്റെ മേലെ കുറച്ച് ഓക്കെ, 35,80,000 കൊണ്ടുപോകാം. 35,80,000 താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി നേരത്തെ നമ്മളൊരു ML 250 കണ്ടു. അടുത്ത GL 350 ആണ്. എയറോമാറ്റിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം അല്ലേ? GL 350 എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2014 മോഡൽ ഒറിജിനൽ കേരള വാഹനമാണ്. ഓക്കെ, നിലവിൽ 3rd ഓണർഷിപ്പിലാണുള്ളത്. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് വന്നിട്ടുള്ള വാഹനമാണ്. ഇതും നേരത്തെ പറഞ്ഞ നമ്മുടെ ML പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ML 250 അതുപോലെ GL 350 ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് വരുന്ന വാഹനമാണ്. അതുകൊണ്ട് എക്സ്ചേഞ്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് കമ്പനി സർവീസ് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഫിസിക്കലി പ്രസന്റ് കണ്ടീഷനിൽ ഓക്കെ ആണ്. ചെക്ക് ചെയ്തിട്ട് എടുത്തതാണ്. കമ്പനി ഹിസ്റ്ററി ഫുൾ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഓക്കെ, ഹിസ്റ്ററി പറയുന്നില്ല. എക്സ്ചേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ 1,60,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 14 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ്. ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നും കണ്ടില്ല? ക്ലെയിം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഫുൾ പക്ക ക്വാളിറ്റി കണ്ടിട്ടില്ല. ഓക്കെ, ഓണർഷിപ്പ് എത്രയാ? 3rd ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. 3rd ഓണർഷിപ്പിൽ നിലവിൽ നിൽക്കുന്ന വാഹനമാണ്. 2014 GL 350. എത്രയാ ഇതിന്റെ ചോദ്യം? എത്ര ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത്? 25,70,000 രൂപയാണ്. 25,300,000. നമുക്ക് ഫൈനൽ എത്ര പറയാം? ഫൈനൽ നമുക്കൊരു 23,300,000 കൊടുക്കാം. 2 ലക്ഷം രൂപ കുറച്ചിട്ട് 23,70,500 രൂപയ്ക്ക് 2014 GL 350D നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒറിജിനൽ കേരള വണ്ടി, വേറെ ഒന്നും ചെയ്യാനില്ല. ബാക്കി നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് മൊത്തത്തിലും ചെക്ക് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് അത്യാവശ്യം മൈലേജിൽ നല്ലോണം കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ്
കുറഞ്ഞിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. സെഡാൻ കാറ്റഗറി ഈ 250 ആണ്. ഓക്കെ, മൈലേജ് എത്ര ഉണ്ടാവും? ഒരു 17-18 ആ റേഞ്ച് ഒക്കെ കിട്ടും. അത് കൃത്യമായിട്ട് പറയാം, ഞങ്ങൾ നോക്കിയില്ല. എന്തായാലും ഒരു 13 മുതൽ 17 കിലോമീറ്ററിന്റെ ഉള്ളിലേക്ക് കിട്ടും. ലോങ്ങിലൊക്കെ അത്രയും കിട്ടും. ലോങ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ അത് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവുള്ള വണ്ടിയാണ്, കുറവാണ്. പിന്നെ നമുക്ക് ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാന്ന് വിചാരിച്ചത് ബെൻസ് ആണ്. ബെൻസിൽ കമ്പാരിറ്റീവ്ലി കുറവാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2013 മോഡലാണ്. 13 മോഡല്. കിലോമീറ്റർ 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏറെക്കുറെ കമ്പനി സർവീസാണ്. പക്ഷെ ഇപ്പോൾ പുറത്തുനിന്നാണ് നമുക്ക് 1,86,000 രൂപൻ്റെ അവർ ചില്ലറ വർക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് കമ്പനി. അതായത് ചെറിയ പെയിൻറ്റ് ടച്ചപ്പ് ഒക്കെ ചെയ്യാണ്ടായിരുന്നു. പിന്നെ അതുപോലെ സെൻസേഴ്സ്, അങ്ങനത്തെ ടയർ, അങ്ങനത്തെ ചില്ലറ പരിപാടി. ശരിക്കും ബോഡി എത്ര? 86,000 കിലോമീറ്റർ. 1,86,000 രൂപയുടെ വർക്ക്. അതായത് ഇതിന്മേ ചില്ലറ മെക്കാനിക്കൽ വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കണ്ടീഷൻ ഫുൾ ക്വാളിറ്റി ആക്കി അതിന്റെ ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത്. ഞാൻ പെട്ടെന്ന് കിലോമീറ്റർ 87,000 രൂപ വണ്ടി. പ്രോപ്പർ സർവീസ് ഇല്ല, പക്ഷേ മേജർ. പക്ഷേ ഈ വണ്ടി ആവശ്യക്കാരൻ വന്ന് കണ്ടാൽ ഈ വണ്ടി വിടൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ക്വാളിറ്റിയും പിന്നെ ഫാൻസി നമ്പറാണ്, 1000 എന്ന നമ്പറാണ്, ഫാൻസി നമ്പറാണ്. പിന്നെ ഇൻഷുറൻസ് ഇപ്പോൾ ഞാൻ 15 ലക്ഷം രൂപ IDVയിൽ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇൻഷുറൻസ് എടുത്തിട്ട്. പിന്നെ അത്യാവശ്യം സ്റ്റൈലിഷ് വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. അപ്പോൾ 13 മോഡൽ ഈ 250 ആണ്. എത്ര ചോദ്യത്തിന്റെ? ഇത് കേരള വണ്ടിയല്ലേ? പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. പോണ്ടിച്ചേരിയിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഒറിജിനൽ പോണ്ടിച്ചേരി തന്നെ എടുത്ത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ മാഹി ആയിട്ട് ബന്ധപ്പെട്ട ആളെടുത്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. അങ്ങനെയാണ് നമ്മളതിലേക്ക് ഇതിലെത്തുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചോദിക്കുന്ന വില വെച്ചിട്ടുണ്ടെങ്കിൽ 14,25,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഫൈനലാക്കിയിട്ട് നമുക്ക് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വില കൂട്ടി എടുത്തതാണ് ഇപ്പോൾ വണ്ടിയുടെ. പക്ഷെ ഇത് നമുക്കൊരു 13,30,000 രൂപയ്ക്കൊക്കെ മാക്സിമം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് ആണ്. ലാസ്റ്റ് റേറ്റ് ആണ് 13,30 നിങ്ങൾക്ക് കൊണ്ടുപോകാം. NOCയിൽ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര കാണേണ്ടി വരും? ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം ഒരു 3 രൂപേൻ്റെ ഉള്ളിൽ കാണും. പക്ഷേ ഇങ്ങോട്ട് മാറേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ലോൺ ഇവിടെ കയറും, RC മാറുന്നതിന് ബുദ്ധിമുട്ടില്ല. അതൊന്നും പ്രശ്നമുള്ള കേസല്ല. അതാണ് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ്. അതാണ് അതിൻ്റെ ഗുണം. അടുത്ത കോമ്പാക്ട് SUV ഓഡി Q3 ആണ്. ഇത് കേരള വണ്ടിയാ അല്ലെങ്കിൽ പോണ്ടിച്ചേരി BY ഉണ്ടല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2015 മോഡല് ന്യൂ ഷേപ്പ് വരുന്ന വാഹനമാണ്. 1,30,000 കിലോമീറ്റർ ഓടി. ഫുൾ ഓപ്ഷൻ വണ്ടി. 1,30,000 കിലോമീറ്റർ ഓടി ന്യൂ ഷേപ്പ് വണ്ടി. 2015 മോഡലാണ്. ഇത് ക്ലെയിം ഒന്നുമില്ല. ഇത് നമ്മൾ ചോദിക്കുന്ന വില 13,50,000 രൂപയാണ്. NOC അല്ല, പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ. 13,50,000 രൂപ ചോദിക്കുന്നത്. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഏറെക്കുറെ ഒരു മാക്സിമം ലോൺ കിട്ടാനൊക്കെ സാധ്യതയുള്ള വണ്ടിയാണ്. നമുക്ക് ഒരു 12.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 12,50,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് ആണ്. 2015 Q3 ന്യൂ ഷേപ്പ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. പിന്നെ ഇതും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈലേജിൽ കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട്, കുറവുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നേരത്തെ നമ്മളൊരു 320D കണ്ടു. അടുത്ത 320 ആണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2013 മോഡൽ വണ്ടി. 92,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. 13,92,000 കിലോമീറ്റർ. എവിടെയാ? ഡൽഹി രജിസ്ട്രേഷൻ എവിടെയാ? ഇത് ഹരിയാന രജിസ്ട്രേഷൻ ആയിരുന്നു. ഇതിപ്പോ KL 57ലേക്ക് ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ചെയ്തു. കോഴിക്കോട് ജില്ല കൊടുവള്ളിയിലേക്ക് രജിസ്ട്രേഷൻ. പിന്നെ M3ന്റെ കിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതായത് നമുക്കൊരു ചെറിയ ബഡ്ജറ്റിലേക്ക് എടുക്കാം. മേജർ ആയിട്ടുള്ള ഒരു പരിക്കുമില്ല. കമ്പനി സർവീസ് അല്ല, പക്ഷെ മേജർ പരിക്കുകളൊന്നുമില്ല. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള, കാരണം വണ്ടി കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഓക്കെ, എത്രയുടെ ചോദ്യം ഇപ്പോൾ? ഇത് നമുക്ക് ചോദിക്കാൻ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. പിന്നെ അത് കൊടുക്കാം നമുക്ക് ന്യായമായിട്ട്. നമുക്ക് എന്താ ഒരു 13.5 ചോദിക്കുന്നതാണ്. നമുക്കൊരു 12,65 കൊടുക്കാം. 12,65,000 രൂപയ്ക്ക് 2013 മോഡൽ BMW 320D കേരള നമ്പറായി കഴിഞ്ഞ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും കിട്ടുമേ. ലോണ് നിങ്ങളെ ഈ നമ്മളൊക്കെ ഏറ്റവും മുട്ടിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ കാണുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ വന്ന് കച്ചവടം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് കച്ചവടമൊക്കെ നടക്കും. അപ്പോൾ ആ ആളുകൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കണേ ഈ നെറ്റ് റേറ്റ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ കണ്ടിട്ട് എന്നെ പലരും വിളിക്കാറുണ്ട്. ഷോറൂമിൽ
എത്തിയിട്ട് ജിതിൻ ഭായ് നമുക്ക് എന്തെങ്കിലും സംസാരിച്ചൊന്ന് കുറച്ച് തരാൻ പറ്റുമോ? അതെ അതെന്ന് വെച്ചാൽ മാക്സിമം വില അവർ മുട്ടിച്ച് പറയുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പല വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്, ചില സ്ഥലത്തു നിന്നൊക്കെ അതായത് മാറ്റമുള്ള വണ്ടികൾക്ക് നമ്മൾ ചോദിച്ചാൽ കുറച്ച്, അല്ലാത്ത വീഡിയോ പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവിടെ ഫൈനലായിരിക്കും ഏകദേശം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾ എടുക്കുന്ന വീഡിയോയ്ക്ക് ഞാൻ കാണുന്നൊരു പ്രത്യേകത എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിൻ്റെ A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്, A to Z കാര്യങ്ങൾ. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ അതിനോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസാണ്. അവരവരുടെ വീട്ടിലിരുന്നിട്ട് അവരുടെ ഇഷ്ടപ്പെട്ട സമയത്ത് അവർ മൊബൈലിലോ ടി-വിയിലോ ഇത് കാണുകയാണ്. ഇത് കാണുമ്പോൾ ബാക്കി ഇവിടെ വന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ നമ്മളത് പറയണം. അല്ല, അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് ഓരോ വണ്ടിൻ്റെ ആക്സിഡന്റ് ഹിസ്റ്ററി നമ്മൾ അറിയുന്ന കാര്യങ്ങളൊന്നും മറച്ചു വെക്കാതെ നല്ല രൂപത്തിൽ പറഞ്ഞ് അതിൻ്റെ ഇപ്പോൾ താറിൻ്റെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. ഇതൊന്നും മേജർ കംപ്ലൈൻറ്റുകളൊന്നും അല്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെ ഉണ്ട്. ആ പ്രൂഫോട് കൂടിയിട്ട് നമ്മൾ കണ്ട സാധനങ്ങൾ പറഞ്ഞ് നല്ല രൂപത്തിൽ കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവരും മുന്നോട്ട് പോകാൻ നിങ്ങള് ഇപ്പൊ നമ്മള് ഒരു 5 കൊല്ലം അല്ലേ, 5 കൊല്ലമായി നമ്മള് വയനാട്ടിൽ വീഡിയോ ചെയ്തിട്ട്. അന്നൊക്കെ സാധാ വണ്ടികളായിരുന്നു. ഇപ്പൊ പടച്ചോന്റെ കാരണം കൊണ്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെയൊക്കെ ആയി. അതൊക്കെ ഒരു അതാണ് നമ്മളൊരു സർവീസിന്റെ ഭാഗം കൂടിയാണ്, പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയാണ്. എല്ലാവരും ഈ മെനക്കെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ദൈവത്തിന്റെ അഭിലാഷമാണ്. അപ്പൊ അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് കത്തി വെക്കരുത്. ഇല്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്. ബ്ലാക്ക്ബെറി പ്രീ ഓൺഡ് കാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ബഷീർഖാന്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പുള്ളി അയച്ചു അല്ലേ? ഓക്കെ, ബാക്കി സ്റ്റോക്കിന്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ആ നമ്പറിൽ കിട്ടുമോ? നമ്മൾ വിളിച്ചാൽ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ ഫസ്റ്റ് കാണിച്ച ഭീമാകാരന്മാരൊക്കെ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. എല്ലാവർക്കും നന്ദി.